പെരുമാൾപ്പടിയിൽ ഇരിക്കുമ്പോൾ പരിചയമുള്ളൊരു ഫാമിലി ഉണ്ട്. ഇവർ അപ്പനമ്മയും 2 മക്കളാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവർ, എല്ലാ ദിവസവും പള്ളിയിൽ വരും. എബി എന്ന് പറഞ്ഞ മകൻ, അവൻ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. ഈ കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇവൻ IT ഒക്കെ പാസ്സായി, ഇവന് ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ജോലി അവന് രാത്രിയായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഡേ ജോലിക്ക് പോകുന്ന ഫസ്റ്റ് നൈറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് രാവിലെ അവന് ജോലിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയെ വിളിച്ചു. 6 മണിക്ക് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബൈക്കിലാണ് പോയിട്ടുള്ളത്. അവൻ തിരിച്ച് വരുന്ന വഴിക്ക് വല്ലാർപാടം പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ആക്സിഡൻ്റായി. നിർത്തിയിട്ടിരുന്നൊരു കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറി അവൻ തീരുകയാണ്. അപ്പോൾ ആദ്യം ഫോൺ വരുന്ന എനിക്ക് ഫോൺ വന്ന് ഞാൻ ആശുപത്രിയിലാണെന്ന്. അവിടുന്ന് ഫോൺ കേട്ട ഉടനെ തന്നെ ഓടി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞ്, മെഡിക്കൽ ട്രസ്റ്റ് അല്ല, ഗവൺമെൻറ് ആശുപത്രിയിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ അപ്പനമ്മ എത്തിയിട്ടില്ല, ഒരു വൈപ്പിങ്കരൊന്നും എത്തിയിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു അറ്റൻഡറാണ് നിന്നിച്ച്. അപ്പോൾ ചോദിച്ചു, അച്ഛൻ്റെ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് അറിയാവുന്ന, ഏറ്റവും അടുത്ത് അറിയാവുന്നൊരു പയ്യനാന്ന് പറഞ്ഞു. അച്ഛൻ കാണണ്ട, അച്ഛൻ മുഖം കാണണ്ട, അച്ഛന് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയും തകർന്നു എന്ന് പറഞ്ഞു. എനിക്കകത്ത് കയറാൻ എനിക്ക് തോന്നിയില്ല, അത്രയും പേടിയായി. ആ സമയത്താണ് ഈ അപ്പനമ്മയും വരുന്നത്. ഈ അപ്പനമ്മയും വന്നിട്ട് എനിക്ക് വാക്കുകളില്ല, രണ്ടുപേരും ചേർത്ത് പിടിച്ച് അങ്ങനെ പൊട്ടിക്കര. അപ്പോൾ അവർക്ക് മനസ്സിലായി മകൻ പോയെന്ന് മനസ്സിലായി. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മകനാണ് 19 വയസ്സിൽ പോകുന്നത്. ഞാൻ വിചാരിച്ചു, ഇവരിതെങ്ങനെ താങ്ങും. അത് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, പള്ളിക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സേവനം ചെയ്യുന്ന ഈ ഫാമിലിയിൽ ഇവർ ചോദിക്കൂലേ, എന്തുകൊണ്ട് ദൈവം എനിക്ക് തന്നു എന്ന്, എന്തുകൊണ്ട് എനിക്കിത് തന്നു എന്ന്. എന്നിട്ട് അപ്പന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് ഇടക്കിടക്ക് വീട്ടിൽ ചെല്ലുമായിരുന്നു. അപ്പോൾ അവർ പറയാണ്, അവനിപ്പോൾ സെമിനാരി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ സെമിനാരി പോയിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാൻ കാരണം അപ്പൻ്റെ ബിസിനസ്സിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പനെ സഹായിക്കാൻ വേണ്ടി അവൻ വന്നതാണ്. അങ്ങനെ വന്നിട്ടാണ് അവൻ പിന്നെ IT ഒക്കെ പഠിക്കുന്നത്, ജോലിക്കൊക്കെ പോകുന്നത്. ഇതിൻ്റെ ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം ഇവൻ അമ്മയോട് രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മേ അപ്പൻ്റെ കടമൊക്കെ വീട്ടിൽ കഴിയുമ്പോഴേ ഞാൻ സെമിനാരി പോകട്ടെ, അച്ഛനാവും. ഇയാൾ പറഞ്ഞിട്ട് കരയാണ്. എന്ത് മറുപടിയാണ് ഈ മനുഷ്യർക്ക് കൊടുക്കുക? നമ്മുടെ ലൈഫിൽ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് തോന്നും ദൈവം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ തോന്നി നമ്മൾ കരയുന്ന ആൾക്കാരാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതി എന്ത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. ദൈവം എത്രമേൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ്. ദൈവത്തിന് എത്രമേൽ പ്രിയപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റിയ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് കിട്ടിയ നേട്ടത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല. കാരണം നമ്മളെക്കാളും മുമ്പ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലെത്തിയ ഒരാളെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിത് മാറും. ഈ ഫാമിലി ഇപ്പോഴും സ്ട്രോങ് ആണ്. എല്ലാ ദിവസവും രാവിലെ അവർ ആദ്യം ശിംതിരി പോയി, കാരണം കറുത്തെടുത്ത ശിംതിരി പോയി പ്രാർത്ഥിച്ച് കുഴിയൊക്കെ വൃത്തിയാക്കി പൂക്കളൊക്കെ വെച്ചിട്ട് എന്നിട്ടാണ് അവർ ദേവാലയത്തിൽ കുർബാനയ്ക്ക് വരുന്നത്. ഞാനെപ്പോഴും വിചാരിക്കും, ദൈവത്തിൻ്റെ മുന്നിൽ ഒരു ചലഞ്ചായിട്ട് അവർ നിൽക്കുന്നതാണ്. തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞു. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് പേരൻപ് എന്ന് പറഞ്ഞ സിനിമയിൽ ചെത്ത് പോച്ചു മനസ്സ്. ഇത് തുടങ്ങുന്നത് ഭയങ്കര നെഗറ്റീവ് നോട്ടിലാണ്. പറയുന്നുണ്ട്, ഈ ഭൂമി ചെകിടനായി, ദൈവം കുരുടനായി, ദൈവം എൻ്റെ ദുഃഖമൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അവസാനം പറയുന്നത് തുടിക്കും മനസ്സെന്ന് പറഞ്ഞ് അവസാനിക്കുന്നത് പോസിറ്റീവ് നോട്ടിലാണ്. നമുക്ക് ദേഷ്യം വരും, ദൈവത്തോട് ഭയങ്കര സങ്കടം വരും, നമ്മൾ കലഹിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ശക്തമായ വിശ്വാസത്തിലേക്ക് നമ്മളത് കൊണ്ടുപോകണം. കേൾക്കാം. മനസ്സ് செவிடாச்சு பூமி குருடாச்சு சாமி யாரே நானும் கேட்பேன் இந்த பூமி பங்குல என்னை விட்டு போன நீயும் எங்க தெரியல செத்து போச்சு மனசு
இருளிங்கு ஆச்சு, நிலா எங்க போச்சு, யாரு நானும் கேட்பேன், அட விதிய சொல்லிடு. மரமான செடிய தோளிலப்படி சுமப்பது, செத்து போச்சு மனசு, செத்து போச்சு மனசு. அட நின்னு உறங்க கூடத்தான் இந்த மண்ணில் இடமில்ல, மரக்கிளையில் தங்க போனாலும் அட பறவையும் அங்க விடவில்லை, செத்து போச்சு மனசு, செத்து போச்சு மனசு. காக்க குஞ்சு போல நானும் கரையாத காலம் இல்ல, மரத்து கீழு நிற்கும் நீயும் நிமிர்ந்து கூட பார்க்கவில்லை. முடியாது என்றான போதும் நான் முயன்று தான் தோற்கிறேன், விடியாது என்றான போதும் நான் கிழக்கையை பார்க்கிறேன். இயற்கை தீர்ப்பில் நானே குற்றவாளியா, அதை திருத்தி எழுதத்தானே யாரும் இல்லையா, செத்து போச்சு மனசு, செத்து போச்சு மனசு. என்ன போல ஜீவன் எல்லாம் ஒதுங்கி கொள்ள இடமும் இல்ல, ஒன்ன விட வாழ்வில் இங்கு எனக்கின்னு யாரோ இல்ல. என் நீதினில் மோதும் காத்து, என் நீதினில் மோதும் காத்து, அது பாவத்தின் நீரமே. உன் நீதினில் சாயும் போது என் சாபங்கள் தீருமே. குடைகளை கண்டு மழையும் வானில் நிற்காதே, தடைகளை கண்டு வாழ்க்கையும் பாதியில் முடியாதே. மெல்ல துடிக்கும் மனசு.